ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് റോബ്ലോക്സ് ആണ് കേട്ടോ കളിക്കാൻ പോകുന്നത്. അതിൽ സ്റ്റീൽ ബ്രെയിൻ റോട്ട് പറഞ്ഞ ഗെയിമാണ്. നിങ്ങൾക്ക് ഇനി ബ്രെയിൻ റോട്ട് എന്താണെന്ന് അറിയില്ലെങ്കിൽ നിങ്ങൾ ആദ്യം പോയിട്ട് ബ്രെയിൻ റോട്ട് എന്താണെന്ന് നോക്കുക, എന്നിട്ട് ഈ വീഡിയോ കാണുക. അപ്പോൾ നമ്മൾ ഗെയിമിക്ക് ലോഡായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ഇതുപോലെ കാണാൻ പറ്റും, കുറച്ച് ആൾക്കാർ നിൽക്കുന്നത്. അതാണ് ഇറ്റാലിയൻ ബ്രെയിൻ റോട്ട്. പിന്നെ അതിൻ്റെ മേലെ എഴുതിയേക്കുന്നുണ്ട് 12K പെർ സെക്കൻഡ്. അത് എന്താ വെച്ചാൽ ഓരോ സെക്കൻഡിലും അത്ര പൈസ തരുമെന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ കുറേ ബ്രെയിൻ റോട്ട് വാങ്ങാനും കട്ടെടുക്കാനും പറ്റും. അപ്പോൾ ഞാൻ പോയിട്ട് നോക്കട്ടെ എനിക്ക് കിട്ടുമോ. നമ്മൾക്ക് വേറെ ആളുടെ ബേസിൽ കയറണമെങ്കിൽ അവരുടെ ബേസ് തുറന്ന് കിടക്കണം, എന്നാലേ നമുക്ക് കയറാൻ പറ്റുള്ളൂ. എന്നിട്ട് നമുക്ക് വേണ്ട ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും വാങ്ങാം. പിന്നെ ഇത് കൂടെ നടന്നു വരുന്ന സാധനങ്ങളില്ലേ, അതും നമുക്ക് വാങ്ങാൻ പറ്റും കേട്ടോ. പിന്നെ വീഡിയോൻ്റെ അവസാനം എനിക്കൊരു റെയർ സാധനം കിട്ടി. അതും വീഡിയോ എടുക്കൽ കഴിഞ്ഞിട്ടാണ് കിട്ടി. അത് ഞാൻ വീഡിയോൻ്റെ അവസാനം കാട്ടുന്നുണ്ട്. എൻ്റെ ഇപ്പുറത്ത് നിൽക്കുന്ന ബേസിൽ കുറേ ലെറുല ഉണ്ട്. ഇത് എൻ്റെ ബേസിൻ്റെ അടുത്ത് കുറേ ആൾക്കാർ കക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. നമ്മുടെ ബേസ് തുറന്ന് കിടക്കണം കണ്ട അപ്പം തന്നെ പോയി എടുക്കണം. ഈ ഒരു ഹലോ ഫ്രണ്ട്സ് ടോഗിൾ പറഞ്ഞത് എന്താ വെച്ചാൽ, അത് അമർത്തുകയാണെങ്കിൽ നമ്മളുടെ ഫ്രണ്ട്സിനെ നമ്മൾക്ക് നമ്മുടെ ബേസിൻ്റെ ഉള്ളിലേക്ക് കടത്താൻ പറ്റും, അല്ലെങ്കിൽ കടത്താൻ പറ്റില്ല. അതാണ് ആ ഓപ്ഷൻ. എലോ ചെയ്തിട്ടില്ല ഞാൻ, കാരണം എൻ്റെ ബ്രെയിൻ റോട്ട്സ് അടിച്ച് മാറ്റാനുള്ള ചാൻസ് ഉണ്ട്, അതുകൊണ്ട്. പിന്നെ ഇതൊരു മെഷീനാണ്. ഇതിൽ നമുക്ക് വേണ്ട ആൾക്കാരെ എടുക്കാൻ പറ്റും. അതും ഈ ആൾക്കാരൊക്കെ ഈ മെഷീനിൽ കൊണ്ടുപോയിട്ടാൽ നമുക്ക് കിട്ടും. നമ്മൾ പുതിയ ബ്രെയിൻ റോട്ടിന് വാങ്ങാൻ നോക്കുകയാണ്, പക്ഷേ നമ്മളേക്ക് ഇപ്പോൾ അല്ലെങ്കിൽ നല്ലതൊന്നും വരുന്നില്ല. പിന്നെ ഇതിൽ റീബർത്ത് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. എന്താ വെച്ചാൽ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റും. എന്താ വെച്ചാൽ അത് റീബർത്ത് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ എല്ലാ സാധനങ്ങളും പോകും. ഇന്ത്യക്ക് ഇപ്പോൾ 575.63 മില്യൺ ഉണ്ടെങ്കിൽ ഒക്കെ പോയിട്ട് ഒരു 500 രൂപ അല്ലെങ്കിൽ ഡോളറൊക്കെ ഉണ്ടാവുള്ളൂ. നമ്മളുടെ അടുത്ത് കുറേ റെയർ സാധനങ്ങൾ വാങ്ങും. ഇപ്പോൾ ഒരാളൊരു സാധനം വാങ്ങുകയാണെങ്കിൽ അത് നമുക്ക് വാങ്ങാൻ പറ്റും, അത് അവരുടെ ബേസിൻ്റെ ഉള്ളിലേക്ക് കടക്കുന്നതിന് മുന്നേ. പിന്നെ ഇതിൽ മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടി കുറേ ഓപ്ഷൻസും ഉണ്ട്. ഒന്നെന്താ വെച്ചാൽ നമുക്ക് ഒരു സംഭവമുണ്ട്, ഗോൾഡൻ സ്ലാപ്പ് പറഞ്ഞിട്ട്. അതുകൊണ്ട് സ്ലാപ്പ് ചെയ്യാൻ പറ്റും. ആ സ്ലാപ്പ് ചെയ്താൽ അവർ തെറിച്ചു പോകും നന്നായിട്ട്. ഇങ്ങനെ ടേബിൾ പറഞ്ഞൊരു സംഭവമുണ്ട്. അതെന്താ വെച്ചാൽ നമ്മൾ ആ സാധനം വാങ്ങിയാൽ അത് നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ ആൾക്കാരെ അടിച്ചിടാൻ പറ്റും. അതാണ് ആ ഓപ്ഷൻ. പിന്നെ വേറെ സാധനങ്ങളുണ്ട്, ഗ്രാവിറ്റി കോയിൽ, സ്പീഡ് കോയിൽ എന്താ വെച്ചാൽ നമ്മളത് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മളെ സ്പീഡ് നല്ല ഇതാവും, ഫാസ്റ്റാവും. അതാണ്. ഇപ്പം എൻ്റെ ബേസിൻ്റെ ഉള്ളിൽ ഒരാൾ അറിയാണ്ട് കയറി പോയിട്ടോ, അപ്പോൾ അവന് നമ്മളെ വല്ലതും അടിച്ചു മാറ്റുന്നതിന് മുന്നേ നമ്മൾ അവനെ ഇതാക്കുകയാണ്, ഡിഫീറ്റ് ചെയ്യാണ്. താഴെ കുറേ ആൾക്കാരുടെ ബേസ് തുറന്ന് കിടക്കുന്നുണ്ടാവും, പക്ഷെ ഈ സമയത്ത് തുറക്കാൻ പറ്റില്ല, നമുക്ക് പോയി നോക്കാൻ പറ്റില്ല. വല്ലതും സ്റ്റീൽ ചെയ്ത പ്രശ്നമല്ലേ. പിന്നെ നല്ല റെയർ എപ്പോഴാണ് വരുമെന്ന് അറിയണമെങ്കിൽ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്. എന്താ വെച്ചാൽ ആ ഓപ്ഷനിൽ പോയിട്ട് നമ്മൾ അവിടെ ഈ ഇറ്റാലിയൻ ബ്രെയിൻ റോട്ട്സ് വരുന്ന വഴിയുണ്ട്. അതിൻ്റെ മേലെയായിട്ട് എഴുതി കാട്ടാൻ പറ്റുന്നുണ്ട്.
ഗ്യാരണ്ടീഡ് ലെജൻഡറി ഇൻ 18 സെക്കൻഡ്. 18 സെക്കൻഡിൻ്റെ ഉള്ളിൽ ഒരു റെയർ സാധനം വരും. അതെന്താണെന്ന് നമുക്ക് നോക്കാം. തുങ് സഫറൊക്കെ പോകുന്നുണ്ട് ഗൈസ്. അത് ഗ്ലോർപ്പോ ഫ്രൂട്ട് റീലോയാണ്. അത് കാര്യമില്ല. അത് $900 വെച്ചിട്ട് തരിക. അത് ഒറ്റ സെക്കൻഡിൽ. ഇവിടെ ഇവൻ നമ്മുടെ റൈനോ ടോസ്റ്ററിത്തോന് വിട്ടിട്ടില്ല. നമ്മൾ ഗെയിമിൽ ലീവ് അടിക്കുകയാണ്, അല്ലെങ്കിൽ അവൻ പുറത്തേക്ക് കടക്കില്ല. അപ്പോൾ ഗൈസ്, ഞാൻ പറഞ്ഞില്ല എൻ്റെയൊക്കെ ഒരു റെയർ സാധനം ഉണ്ടെന്ന്. അതെന്താ കാട്ടിത്തരാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ തേ സഹോർ. ഇത് നമ്മൾക്ക് 9K വെച്ച് തരും, അതും സെക്കൻഡിൽ.